കോവിഡിന് ശേഷം യൂത്ത് എന്ന് പറഞ്ഞ ഒരു വിഭാഗം, ഇപ്പോൾ ജെൻസീസ് എന്ന് പറയാം. ജെൻസി കഴിഞ്ഞപ്പോൾ ആൽഫയും ബീറ്റയും വന്നു കഴിഞ്ഞു, കാരണം ഓമിയൊക്കെ ബീറ്റയാണ്. എങ്കിലും കോവിഡിന് ശേഷം കാണുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ചിലവാക്കാനുള്ള ഒരു മനസ്സ് കൂടി. സമ്പാദിച്ച് വെച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് പിടികിട്ടി. കോവിഡ് വലുതായിട്ട് പഠിപ്പിച്ചു. 2, യൂത്ത് എന്ന് പറഞ്ഞവർ അവർക്ക് ചിലവാക്കുന്നതിനോട് താല്പര്യമുള്ളവരാണ്. എനിക്ക് ഈ യുവാക്കൾ, എൻ്റെ മക്കളെല്ലാം കാണുമ്പോൾ എനിക്ക് വലിയൊരാഗ്രഹം ഒന്നുകൂടി ജനിച്ച് ഇതുപോലെ ജീവിക്കണമെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലവാക്കാൻ അവർ പണം ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കിയിട്ട് അത് ചിലവാക്കണം. അപ്പോഴാണല്ലോ രാജ്യത്ത് തന്നെ മാറ്റം വരുന്നത്. നമ്മളെല്ലാവരും സമ്പാദിച്ചു വെച്ചുകൊണ്ടിരുന്ന ഈ പൈസ ഒരിടത്ത് സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ചിലവാക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞതിനകത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ ചിലവാക്കി തന്നെ ജീവിക്കണം. ലോകം സഞ്ചരിക്കാറുണ്ട്, ഇവരെല്ലാവരും സഞ്ചരിക്കുന്നു, അവിടെ പോയി വീഡിയോ ഇടുന്നു. ആ വീഡിയോയിലൂടെ അവർക്കും അറിവ് കിട്ടുന്നു, മറ്റു പലർക്കും അറിവ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പല പ്രോഡക്ട്സിൻ്റെ ആഡ് വരുമ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നവരും യാത്ര ചെയ്യുമ്പോൾ ആ ഭാഗത്ത് പോയി ഷൂട്ട് ചെയ്യും. അപ്പോൾ ആ പ്രോഡക്റ്റിന് അവരും ഹാപ്പിയാവും. ഒരു ബെറ്റർ ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പിള്ളേർക്ക് എപ്പോഴും പറഞ്ഞു വെക്കും, കീപ് മൂവിങ്, കീപ് സ്പെൻഡിങ്, ലൈഫ് ഹാപ്പി ആവണം. പ്ലസ് ഒരു കാര്യം, ഉണ്ടാക്കുന്ന വരുമാനം മുഴുവൻ നമ്മുടേതല്ല. അതുകൊണ്ട് ഒരു 10%, അതുകൊണ്ടാണ് വി ഹാവ് എ ചാരിറ്റി ഓർഗനൈസേഷൻ കോൾഡ് അഹാദിഷിക ഫൗണ്ടേഷൻ. അതിലോട്ടും 10% തന്നേക്കണം. കാരണം അത് എന്നും മാറ്റി വെച്ചോണം. കാരണം പലർക്കും തോന്നും ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ല, അത് വന്നു കയറിയതാണ് പൈസ. അപ്പം അതിൻ്റെ ഒരു ഭാഗം സമൂഹത്തിലോട്ടും പോകണം.